ആത്മകഥാ വിവാദത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ പാർട്ടി അന്വേഷണം ഉടൻ ഉണ്ടായേക്കില്ല. PS പറയുന്നില്ല, ഉണ്ടായേക്കില്ല. കേന്ദ്ര നേതൃത്വവുമായി ഉള്ള ചർച്ചകൾക്കും ഉപതെരഞ്ഞെടുപ്പിനും ശേഷമാകും EP ജയരാജനെതിരായ നടപടിയിൽ തീരുമാനം ഉണ്ടാവുക. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ നടപടി വരുമോ നമുക്കറിയില്ല. എന്തായാലും തിരുവനന്തപുരത്ത് അദ്ദേഹം DGP കൊടുത്ത പരാതി കോട്ടയത്തെ SP അയച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തുന്നുണ്ട്. പ്രാഥമികമായി ഇതിനകത്തൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. മറ്റു വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് SK. ഇതുമായി ബന്ധപ്പെട്ട് CPIM-നെ സംബന്ധിച്ചിടത്തോളം നിലവിൽ EP ജയരാജനെ പരസ്യമായി ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു നിലപാടാണ്. പ്രത്യേകിച്ചും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പരസ്യമായി EP-ക്കൊപ്പം തന്നെയാണ് പാർട്ടി എന്ന നിലപാട് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള തീരുമാനം. എന്നാൽ EP-ക്കെതിരായ അന്വേഷണം ഉടൻ ഉണ്ടാകില്ല. പക്ഷേ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം, എല്ലാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. പ്രത്യേകിച്ചും പാലക്കാടിനെ ഒരു പ്രസ്റ്റീജ് മത്സരമായാണ് നിലവിൽ പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഇത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകുന്നത് ആ തിരഞ്ഞെടുപ്പിനുൾപ്പെടെ തിരിച്ചടിയാകുമെന്നൊരു ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം സമ്മേളന കാലയളവാണ്. ഒരു സമ്മേളന കാലയളവിൽ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ കമ്മീഷൻ വയ്ക്കുകയോ പാർട്ടി നടപടിയോ ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. അതും നിലവിൽ പരിമിതിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര കമ്മിറ്റിയുടെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ EP-ക്കെതിരെ ഏതെങ്കിലും നിലയിലുള്ള ഒരു അന്വേഷണം വേണോ എന്ന് തീരുമാനിക്കും. നിലവിൽ എന്തായാലും പാർട്ടിയിൽ ഭിന്നതയില്ല എന്നുള്ളത് തന്നെ പുറത്തു വരണം എന്നുള്ള നിർബന്ധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ സംസ്ഥാന സെക്രട്ടറി EP ജയരാജനെ അനുകൂലിച്ച് സംസാരിച്ചത്. അതേസമയം EP പറഞ്ഞത് മുഴുവൻ പാർട്ടി മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്നാൽ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നുമുണ്ട്. ഈ എഴുതിയ ആത്മകഥാ ഭാഗമായി EP ജയരാജൻ്റെതായി പുറത്തു വന്ന ഭാഗത്തിലെ ഉള്ളടക്കം EP ജയരാജൻ എഴുതിയതല്ല എന്ന് പാർട്ടി വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം പ്രസാധകർ പുറത്തുവിട്ടത് EP ജയരാജൻ്റെ അറിവോടെയല്ല എന്നുള്ളതാണ് പാർട്ടി നിലവിൽ പറയുന്നത്. EP ജയരാജനാകട്ടെ ഈ വിഷയത്തിൽ ഇന്നലെ സ്വീകരിച്ച നിലപാട് താൻ ഇത് എഴുതി സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.